എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു. ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. ഞങ്ങൾ കേരളത്തിൽ ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഇത്രയധികം എന്താ പറയുക, വിമർശിക്കാൻ, മരിച്ചു കഴിഞ്ഞ് ഇത്രയധികം വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടിൽ എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത്, എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത്, ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത്. അതല്ലല്ലോ അതിൻ്റെ കാര്യം. ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നഗ്നസത്യം. കാരണം ഞാനിവിടെ 20 വർഷമായിട്ട് ഇവിടെയുണ്ട്. 10-12 വർഷമായിട്ട് ഞാൻ എം ഡി ആയിട്ടിരിക്കുന്നു. 2012 തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ സഹ ഡയറക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾക്കിവിടെ നടക്കുന്ന ഓരോ കാര്യം ചെയർമാൻ ഇടപെടാറില്ല. ഇത് സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും, അത് തിരിച്ചും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ലെന്നത് സത്യമായ കാര്യമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ന്യൂസ് വന്നിരുന്നു, മനോരമ പ്രിന്റ് മീഡിയയിൽ. അവരുടെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ, ഇത് രാജ്യത്തിൻ്റെ രണ്ടാമനായിട്ട്, ഒരു സ്റ്റേറ്റിൻ്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാൾ, മന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ മഹത് വ്യക്തി പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ പൈസ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു, അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അദ്ദേഹം. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു. ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസ് കെട്ടുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റുള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തു. അങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ആയിരിക്കും, മാക്സിമം 20 ലക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ നമ്മൾക്ക് കാശിൽ കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് ഗ്രൂപ്പിലില്ല. സീറോ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി സീറോ ഡെറ്റാണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല.
ബട്ട് നമ്മുടെ ക്ലയൻസ്, ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രിൻസിപ്പൾ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നതുപോലെ തന്നെ ഡെയിലി അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ചെയർമാനായിരുന്നാലും അദ്ദേഹവും 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാനായാലും അങ്ങനെ തന്നെ ഇവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ നല്ലൊരു ഹാർഡാണ്. അല്ലാതെ വെറുതെ പിന്നെ ചെയർമാന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവും. അത് ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ്ങിൽ ഒരു ബ്രാൻഡില്ലാതെ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയെ പോലെ പോയാൽ നമ്മൾ ബിസിനസ് നടത്താൻ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഇതൊന്നും ഫേക്കായിട്ട് ചെയ്തിട്ടുള്ളതല്ല, ഒന്നും ഫേക്കല്ല, എല്ലാം റിയാലിറ്റിയാണ് അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയർമാൻ തന്നെ പറയാറുണ്ട്, ഈ കമ്പനിയിൽ 2 മണിക്കൂറിലെ സീനിയർ മാനേജ്മെൻറ്റ് ഇല്ലാത്ത സമയമുള്ളൂ 24 മണിക്കൂറുള്ളിൽ. ചെയർമാൻ രാത്രി കിടക്കുന്ന 2 മണിക്കായിരിക്കും, ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും. ആ 2 മണിക്കൂറല്ലാതെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വോയിഡ് സ്പേസ് ഇല്ല എന്നുള്ള സത്യം. അത് ഇദ്ദേഹം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയും വെച്ച് പുലർത്തുന്ന കമ്പനിയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്.